ഹായ് ഗേസ്, എന്തു പറയുന്നു? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഈ പ്രദേശത്തിനെ പറ്റിയിട്ട് അറിയോ ആർക്കെങ്കിലും? ഇതാണ് നമ്മളെ കോടോത്ത്. ഒരു നിമിഷം എല്ലാവരും ഒന്ന് കണ്ണടക്കുക. എന്നിട്ട് നമ്മൾ ആ പഴയ കാലത്തേക്കൊന്ന് പോയി നോക്കിയേ. പണ്ട് രാജാക്കന്മാരും ടിപ്പു സുൽത്താനെല്ലാം ഭരിച്ച ഒരു കാലഘട്ടം. അന്ന് ഈ കോടോത്ത് പ്രദേശം ഫുള്ള് ഭരിച്ചിരുന്ന ഈ മൊത്തം പ്രദേശം, മാവുങ്ക തൊട്ട് പാണത്തൂര് വരെയുള്ള മൊത്തം പ്രദേശം ഒരു ജന്മീൻ്റെ, കോടോത്ത് ജന്മീൻ്റെ, അതായത് ബേടകം കൃഷ്ണൻ നായർ എന്ന് പറയും, അയാൾ കീഴിലായിരുന്നു. അപ്പോൾ ആ സമയത്തെല്ലാം വല്ലാത്തൊരു ഇതായിരുന്നു, എന്ത് പറയല്, ഒരു താഴ്ന്ന ജാതിക്കാരെല്ലാം അടിമകളെ പോലെയായിരുന്നു അന്ന് കണ്ടിരുന്നത്. ഒന്ന് കേട്ടിട്ടെങ്കിൽ അവനെ അപ്പം തന്നെ കൊല്ലും. ഇപ്പം ഈ സ്ഥലത്തൊന്നും പണ്ട് ഒരാൾ പോലും താമസം ഉണ്ടായിട്ട, എല്ലാവരും ഭയപ്പെടുന്നൊരു സ്ഥലമായിരുന്നു ഇത്. ഈ സ്ഥലം മൊത്തം ഒരു കുഞ്ഞു പോലും ഈ പ്രദേശത്തേക്ക് ആരും വരില്ല. വെറുതെ സ്ഥലം കൊടുത്താൽ പോലും ആർക്കും ഈ സ്ഥലമൊന്നും വേണ്ട. ഇന്ന് വലിയ വലിയ വീടും ബംഗ്ലാവും എല്ലായി. ഇന്ന് ലക്ഷത്തിന് മീതിയാണ് സെൻറ്റിന് ഈ സ്ഥലത്തിന് വില. അപ്പം ബേടകം കൃഷ്ണൻ നായരെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ, അടിമകളെ പോലെ കണ്ടിരുന്ന താഴ്ന്ന ജാതിക്കാരെ വളത്തിൽ പോയിട്ട് ഇല്ല ആദായം ഫുള്ള് കിങ്കരന്മാരെ വിട്ടിട്ട് എല്ലാം എടുക്കും. അയാൾ സമ്മതിക്കാത്തവരെ അപ്പം തന്നെ കൊല്ലും. അങ്ങനത്തെ ഒരാളായിരുന്നു. ഒരു വലിയ ഉയരം കൂടിയ ഒരു മനുഷ്യനായിരുന്നു അയാളോട് മിണ്ടാൻ പോലും എല്ലാവർക്കും പേടിയായിരുന്നു ആ കാലഘട്ടത്തിൽ. ബസൂരിയോ എന്തെങ്കിലും രോഗം വന്നു കഴിഞ്ഞാൽ അവർ തറവാട്ടിൽ 40 റൂമിൻ്റെ വലിയൊരു 4 കെട്ടുണ്ട്. ആ റൂമിലേക്കൊന്നും ഇതുവരെ ഇപ്പോൾ ഇല്ല ആൾക്കാർക്ക് തന്നെ പോകാൻ ഭയങ്കര പേടിയാണ്. അത് ഇവിടുന്ന് കുറച്ച് ദൂരെയായി. അത് പിന്നൊരു വീഡിയോയിൽ കാണിക്കാം. പണ്ട് ബളാലിലെ യജമാൻ്റെ കാര്യസ്ഥനായിരുന്നു എൻ്റെ മുത്തച്ഛൻ. അപ്പം മുത്തച്ഛൻ ഒരു ദിവസം ഒരു ദൂതുമായിട്ട് ഈ കോടത്തെ യജമാനെ കാണാൻ വേണ്ടിയിട്ട് പോയി. അപ്പം ദൂരെ നിന്ന് നടന്ന് ക്ഷണിച്ചിരുന്ന മുത്തച്ഛനെയും എന്നെ ഒന്നിച്ച് കൂട്ടായിട്ടൊരു കുഞ്ഞിരാമൻ എന്ന് പറഞ്ഞൊരു കുരങ്ങും ഉണ്ടായിരുന്നു. അപ്പം ദൂരത്തുനിന്ന് നടന്നു വരുന്ന ബേടകം കൃഷ്ണൻ നായർ കണ്ടു. അപ്പം എവിടെയാ, അവിടെ നിൽക്കുക, എന്തിനാ ഇങ്ങോട്ട് കടന്നു വരുന്നത് വെച്ച്. ഒരു ദൂതുമായിട്ട് വരുന്നതാണ് തമ്പാന്ന് പറഞ്ഞു. അപ്പം അവിടെയുള്ള പണിക്കാരോട് പറഞ്ഞ് 2 കരിക്കിടുക. അപ്പം കരിക്കിടാൻ ആളില്ല. അപ്പം എൻ്റെ മുത്തച്ഛൻ പറഞ്ഞ് എൻ്റെ ഒന്നിച്ചുള്ള കുഞ്ഞിരാമൻ കുരങ്ങൻ പറിച്ചു തരുമെന്ന് പറഞ്ഞു. കുഞ്ഞിരാമ പോയിട്ട് 2 കരിക്കിട്ട മോനെ പറയുമ്പോൾ കുഞ്ഞിരാമൻ പാഞ്ഞു പോയി. ഏത് തെങ്ങിലും കുഞ്ഞിരാമൻ തേങ്ങയോ കരിക്കോ എന്തുവാണെങ്കിലും പറിച്ചു കൊടുക്കും. അപ്പം കുഞ്ഞിരാമനെ വായുന്നവർക്ക് നല്ലോണം ഇഷ്ടമായി. അങ്ങനെ കുഞ്ഞിരാമന് കൊടുത്തിട്ട മുത്തച്ഛൻ ബേജാറോടെ തിരിച്ചു വന്നു. അങ്ങനത്തെ എല്ലാം കോടത്തെ ഭാഗത്ത് ഒരുപാട് ചരിത്രങ്ങളുണ്ട്. അപ്പം അത് വേറൊരു വീഡിയോയിലായിട്ട് കാണിക്കാം. എന്നായി ഓക്കെ ഗെയ്സ്, അടുത്തൊരു വീഡിയോയുമായി പിന്നെ വരാം.